രാജ്യത്തെ സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്ന പൊതുമേഖലാ ബാങ്ക് എന്ന ദുഷ്കീർത്തി കുറേ നാളുകളായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കുണ്ട്. മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിലും ATM സേവനം ഉപയോഗിക്കുന്നതിന്റെ പേരിലും പാവപ്പെട്ടവന്റെ മേൽ പിഴയും സർവീസ് ചാർജും ഈടാക്കിയാണ് SBI കുപ്രസിദ്ധമായത്. വൻ കോടീശ്വരന്മാർക്ക് കടം കൊടുത്തത് എഴുതിത്തള്ളിയ വകയിലെ ഭീമമായ നഷ്ടം പട്ടിണിപ്പാവങ്ങൾക്കിടയിൽ നിന്ന് മുട്ടാപ്പൂക്കുകൾ പറഞ്ഞ് പിരിച്ചെടുക്കുന്ന സമീപനമാണ് ഇതെന്നാണ് പല കോണുകളിൽ നിന്നും ഉയരുന്ന വിമർശനം. പക്ഷേ അപ്പോഴൊക്കെ ഉപഭോക്താവിന്റെ സൗകര്യത്തിനും സുരക്ഷയ്ക്കുമാണ് തങ്ങൾ ഈ പണം ഉപയോഗിക്കുന്നത് എന്നായിരുന്നു ബാങ്ക് മേധാവികൾ ഇതുവരെ പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ ആ അവകാശവാദം പൊളിഞ്ഞിരിക്കുകയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെർവറിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർന്നിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ബാങ്കിന്റെ പ്രധാനപ്പെട്ട സെർവറുകളിലൊന്നും പ്രാഥമിക സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലും പാലിക്കുന്നില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വലിയ ആശങ്കയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. SBIയുടെ മുംബൈയിലുള്ള ഡേറ്റാ സെർവറുകളിൽ ഒന്നിൽ ഡേറ്റാ സുരക്ഷ സംബന്ധിച്ച ഗവേഷണം നടത്തുന്ന ഒരു ഹാക്കർ കടന്നു കയറിയതായാണ് വാർത്ത വന്നിരിക്കുന്നത്. ഞെട്ടലോടെയാണ് ഈ വിവരം സാമ്പത്തിക ലോകം കേട്ടറിഞ്ഞത്. ബാങ്കിലെ ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുടെ പണമിടപാട് സംബന്ധിച്ച വിവരങ്ങൾ സെർവറിൽ ലഭ്യമായിരുന്നു. തത്സമയം നടക്കുന്ന ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളും ആർക്കും സ്വന്തമാക്കാൻ കഴിയുന്ന നിലയിൽ തുറന്നു കിടന്നിരുന്നു. ഇത് ഹാക്കർ തന്നെയാണ് വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ 2 മാസം നടത്തിയ പണമിടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് ഇത്തരത്തിൽ പരസ്യമായി ലഭ്യമായിരിക്കുന്നത്. സുരക്ഷാ വീഴ്ച കണ്ടെത്തിയ വിവരം ബാങ്ക് അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് പിന്നീട് പാസ്വേഡ് നൽകി ഡേറ്റാ സെർവറിന്റെ സുരക്ഷ ഉറപ്പാക്കി. എന്നാൽ ഡേറ്റ ചോർന്നിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ ആയിട്ടില്ല. അതായത് തങ്ങളുടെ സുരക്ഷാ വീഴ്ച ബാങ്ക് ഇതുവരെ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു മിസ്ഡ് കാളിലൂടെ ഞങ്ങളുടെ അക്കൗണ്ട് സംബന്ധിച്ച വിശദാംശങ്ങൾ ഓരോ ഉപഭോക്താവിനും നൽകുന്ന SBI ക്വിക്ക് എന്ന സേവനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൂക്ഷിച്ച സെർവറിലാണ് ഇത്തരത്തിലൊരു വലിയ വീഴ്ച കണ്ടെത്തിയിരിക്കുന്നത്. ഡേറ്റ ആരെങ്കിലും ചോർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ പിൻ നമ്പറോ പാസ്വേഡോ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ പണം നഷ്ടമാകില്ല എന്നാണ് ബാങ്ക് ഇപ്പോൾ വിശദീകരണം നൽകുന്നത്. പക്ഷേ പണമിടപാട് സംബന്ധിച്ച വിവരങ്ങൾ സൈബർ ക്രിമിനലുകൾ പിന്നീട് സാമ്പത്തിക തട്ടിപ്പിനുള്ള അടിസ്ഥാനമായി ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതലായി കാണുന്നത്. ഓരോ ഉപഭോക്താവിൻ്റെയും ബാങ്ക് അക്കൗണ്ടിലെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിയാൽ അതിൽ ആവശ്യമുള്ളവരെ സൈബർ ലോകത്ത് നിരന്തരം പിന്തുടരുവാനും ചില ദുർബലമായ സ്ഥലങ്ങളിൽ വെച്ച് പാസ്വേഡുകൾ സ്വന്തമാക്കാനും കഴിയും. നിമിഷങ്ങൾക്കുള്ളിൽ അവരുടെ പണം തട്ടിയെടുക്കാനും സാധിക്കും. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സോഫ്റ്റ്വെയർ തകർച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന വലിയ പാളിച്ചയാണ് ഇപ്പോൾ SBIക്ക് സംഭവിച്ചിരിക്കുന്നത്. ഉപഭോക്താവിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന പണത്തിന്റെ അത്ര മൂല്യം സേവനങ്ങളിൽ വരുന്നില്ലെന്ന ബാങ്കിംഗ് രംഗത്തുള്ള ആരോപണത്തിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ സുരക്ഷാ വീഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.